അപ്പം മലക്കുകൾ അവനെ ബ്ലോക്ക് ചെയ്യും ഇവിടെ. അപ്പം അവൻ ഈ മലയുടെ പരിസരത്ത് നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയെ ചൂണ്ടിയിട്ട് അവൻ്റെ അനുയായികളോട് ചോദിക്കും, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? അപ്പോൾ ആരും മറുപടി അറിയില്ല. അവസാനം അവൻ തന്നെ പറയും, മുഹമ്മദിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളക്കൊട്ടാരാണ് ഈ കാണുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയെ പറ്റിയിട്ട് അവൻ വിശേഷിപ്പിക്കൽ ഖസ്റ അബിയദ് എന്നാണ്, വൈറ്റ് പാലസ്, വെള്ളക്കൊട്ടാരം കേട്ടോ. അങ്ങനെ പിന്നെ അവൻ ഇവിടുന്ന് തിരിച്ചു പോകും. അങ്ങോട്ട് ഉള്ളിലോട്ട് കയറാൻ മലക്കുകൾ സമ്മതിക്കൂല. അപ്പം നമുക്കിപ്പോൾ ഹറമിൻ്റെ ബൗണ്ടറി അവിടെ കാണാം കേട്ടോ. ഹറമിൻ്റെ പുറത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഇതാണ്ടില്ലേ മല കണ്ടില്ലേ? ഒരു മല മൊത്തത്തിൽ കൊട്ടാരാക്കിക്കാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്. നല്ല ഹൈവേ മാതിരിയുള്ള റോഡും ഹെലിപ്പാഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ മുകളിലാന്ന് പറഞ്ഞൂടാ, ഈ ജുർഫിൽ വരുന്നതാണ് ഹദീസിലുള്ളത്. ജുർഫ് എന്ന് പറഞ്ഞാൽ മല നിൽക്കുന്ന പ്രദേശമാണ്. അപ്പൊ ഈ മലയാണെന്ന് അനുമാനിക്കപ്പെടുന്നത്. നമ്മളെ വലതുവശത്തും ഇടതുവശത്തും ഹറമിന്റെ ബൗണ്ടറി അടയാളപ്പെടുത്തിയത് കാണാം. ആർച്ചുകൾ കൊടുത്തിട്ടേ, ആർച്ചിൽ എൻഡ് ഓഫ് ഹറം ഏരിയ എന്ന് എഴുതിയിട്ടുണ്ടാവും ഈ ഭാഗത്ത്. അങ്ങനെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ഓഫ് ഹറം ഏരിയ. ഇതാ ഇവിടെ ആർച്ചുണ്ട, ഇത് അടുത്ത ഭാഗത്ത് കാണുന്നതാ. ഇതാണ് എൻഡ് ഓഫ് ഹറം ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട് അതില്. ഇത് കണ്ടില്ലേ? അതുപോലെ ആ ഭാഗത്തുണ്ട്. ഇങ്ങനെ ഹറമിന്റെ ചുറ്റോട് ചുറ്റും ബൗണ്ടറി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആർച്ചുകൾ കൊടുത്തിട്ടേ. ഇപ്പം നമ്മൾ ഹറമിന്റെ പുറത്തായി. ഈ മല